സത്യാമ്മയുടെ വീട്ടിൽ നിന്റെ ആദ്യത്തെയും അവസാനത്തെയും രാത്രിയായിരിക്കണം ഇത്. ഇനി നമുക്ക് പോവാം. ആ, വൺ മോർ തിങ്. കോൾ മീ മാം. ഹേയ്, 1 മിനിറ്റ് മാഡം. നീ ചെയ്ത ആദ്യത്തെ തെറ്റ് സത്യാമ്മയ്ക്ക് മുന്നിൽ ആദ്യമേ എന്നെ കാട്ടിക്കൊടുത്തില്ല എന്നുള്ളതാ. അല്ല, അങ്ങനെ കാട്ടിക്കൊടുക്കാൻ നിന്റെ കയ്യിൽ വേണ്ടത്ര തെളിവുകളൊന്നുമില്ലല്ലോ. ഇത്രയും തെളിവ് മതിയോ മാഡം? പൊങ്ങച്ചോ അഹങ്കാരവും ധാർഷ്ട്യവും എല്ലാം കൂട്ടിക്കുഴച്ചുള്ള നിന്റെ സംസാരത്തിന്റെ പൂർണ്ണമായ ശബ്ദരേഖ ഇതിനുള്ളിലുണ്ട്. ഇത് കേട്ട പൊടി കുഞ്ഞുങ്ങൾക്ക് പോലും നിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള രൂപരേഖ കിട്ടും. ഇത് ചതിയാ. ചതിയോ? നീ പറഞ്ഞതല്ല ഇതിലുള്ളത്. അത് ഡിലീറ്റ് ചെയ്യ്. ആദ്യം സത്യാമ്മ ഇത് കേൾക്കട്ടെ, എന്നിട്ട് അവര് തീരുമാനിക്കട്ടെ ഈ ശബ്ദരേഖ ഡിലീറ്റ് ചെയ്യണോ അതോ ആ വീട്ടിൽ നിന്ന് നിന്നെ ഡിലീറ്റ് ചെയ്യണോന്ന്. രോഹിത്, നിന്നോടാ പറഞ്ഞത് ഡിലീറ്റ് ചെയ്യാൻ. അങ്ങനത്തെ കളിയൊന്നും വേണ്ട രോഹിത്, പ്ലീസ്. നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ കാര്യമെങ്കിലും ഒന്ന് ഓർത്ത്. നിനക്ക് ഇപ്പോഴും എന്നോട് സ്നേഹമൊക്കെ ഉണ്ടോ? അതൊരു പുതിയ അറിവാണല്ലോ. നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ കല്യാണത്തിന് സമ്മതിച്ചേക്ക്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അത് എനിക്കല്പം സമയം വേണം. അത് ന്യായം. നിനക്ക് ഞാൻ സമയം തരാം. നീ എനിക്ക് തന്നതുപോലെ ഒരു രാത്രിയല്ല, 2 രാത്രികൾ. നിനക്ക് ആലോചിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. രോഹിത്, കേരളി കാറില് കേരളി ഇങ്ങോട്ട്. എടേ, നീ പറഞ്ഞതുപോലെ ഈ ഡ്രൈവർ എന്ന് പറഞ്ഞ വീട്ടിൽ കെട്ടിയിട്ട പട്ടിയല്ല. വളയം പിടിക്കുന്നവനടി വണ്ടി എങ്ങോട്ട് ഓടണം തീരുമാനിക്കുന്നത്. നിന്റെ ജീവനടക്കം ഇപ്പൊ എന്റെ കയ്യിലാണ്. നിക്ക്. അതെ, ഇപ്പൊ ഇത് കേൾപ്പിച്ചു കൊടുക്കട്ടെ? അയ്യോ വേണ്ട രോഹിത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാവണം. 2 രാത്രികൾ മാത്രം. അതിനുള്ളിൽ നിനക്കൊരു തീരുമാനം എടുക്കാനായില്ലെങ്കിൽ 2-ാം ദിവസം സത്യാമ്മയ്ക്കുള്ള ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇതായിരിക്കും. ഞാൻ തീരുമാനിച്ചു പറയാം. എന്നാലേ എന്റെ കുഞ്ഞു പോ. എന്താ മോളെ താമസിച്ച്? ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഇരുന്ന് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എൻ്റെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? വല്ലാതെയോ? ഏയ്, ആന്റിക്ക് വെറുതെ തോന്നുന്നതാ. ദേ,
നീ വൈകിയപ്പോ ഞാനൊന്ന് പേടിച്ചു. പുതിയ ഡ്രൈവറുടെ ഒപ്പമല്ലേ പോയത്? നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാള്. ആ രോഹിത്തോ? ആള് വളരെ നല്ലവനാ ആന്റി. അനാവശ്യമായിട്ടൊരു സംസാരോ നോട്ടോ ഒന്നുമില്ല. അത്ര സാധുവാകാനും പാടില്ല കേട്ടോ. അതുകൊണ്ടല്ലേ ആ പെണ്ണവനെ ചതിച്ച് കടന്നു കളഞ്ഞത്. അവളെ എന്റെ കൈ കിട്ടട്ടെ. ഇനി നിന്റെ സ്റ്റിയറിങ് എന്റെ കയ്യിൽ അസ്വസ്ഥതയെ. ഈ രോഹിത്ത് പറയുന്നത് അനുസരിക്കേണ്ടി വരും നിനക്ക്. ഇത്രയും ധൃതി എന്തിനാ? ആരും അത് നിങ്ങളുടെ മുന്നിൽ നിന്ന് എടുത്തോണ്ടൊന്നും പോകത്തില്ല. ദാ വെള്ളം കുടിക്കൂ. വേണ്ട വേണ്ട. എന്ത് സാധന ശാന്തി അത്? ഇവര് ജനിച്ചത് പിന്നെ ആദ്യമായിട്ടാ ഭക്ഷണം മുന്നിൽ കാണുന്നതെന്നാ തോന്നുന്നത്. ആക്രാന്തം കണ്ടില്ലേ? അങ്ങനെയൊന്നും ആരെ പറ്റിയും പറയരുതെന്ന് ശാരദാമ്മ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഓരോരുത്തരും ഓരോ തരക്കാരായിരിക്കും. അവര് ഭക്ഷണം കഴിക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. എന്നാലും ഇതെന്താ ശാന്തേ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പുട്ടായി തട്ടിവിടുന്നത്? അവര് ശീലിച്ചത് ചിലപ്പോ അങ്ങനെ ആയിരിക്കുന്നേ. ശീലിച്ചത് അങ്ങനെയാന്ന് പറഞ്ഞ കണ്ടില്ലേ? ഇവര് പൊട്ടു തൊണ്ടയിൽ കുടുങ്ങി ഇവിടെ കിടന്ന് ചത്ത നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഫുഡുണ്ടോ ഇനി? ഇല്ല, തീർന്നു. തീർന്നോ? 4 കുറ്റി പുട്ടും കടലക്കറിയുവാ. എന്നിട്ട് ഇനിയും വേണോന്ന്. ഉണ്ടെങ്കിൽ കൊടുക്ക് രാജി. ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. തീർന്നെന്ന് പറഞ്ഞത് ഇല്ലാഞ്ഞിട്ട് തന്നെയാ ശാന്തേ. 25 കുറ്റി പുട്ടല്ലേ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നുള്ളൂ. പുട്ടുപൊടിയും തീർന്നു. പതിവുകാരി വന്നാലും ഇനി ഇഡലിയേ ഉള്ളൂ. ഇഡലിയാണെങ്കിലും മതി കേട്ടോ. കൊടുക്കടി. ആദ്യം വിശക്കുന്ന ആൾക്ക് ആദ്യം ഒന്നല്ലേ ശാരദാമ്മ പഠിപ്പിച്ചിരിക്കുന്നേ. അതിന് ഈ സാധനത്തിന് ശാരദാമ്മ കണ്ടിട്ടില്ലല്ലോ. ഇതുപോലെ ഒന്നേ ഈ ലോകത്തുള്ളൂ. ഇതിനെ കണ്ടിരുന്നെങ്കിലേ ശാരദാമ്മ പറഞ്ഞതെല്ലാം തിരുത്തിയനെ. ഒന്ന് വേഗം താ മോളെ. എത്രണ്ണം വേണം? ഇട്ടു മോളെ. മതിയോ? ആ ഇട്. 2-3 കൂടി ഇട്. മോളെ ഞാൻ എപ്പോഴും വിളിക്കണ്ടല്ലോ. പോരെ? തൽക്കാലം മതി. സാമ്പാർ ഒഴിക്കട്ടെ? വേണ്ട. ഇവരിത് സാമ്പാറില്ലാതെ വിഴുങ്ങാൻ പോവാണോ? ഇഡലിയും സാമ്പാറും രുചി. പക്ഷേ ചട്നി ഒഴിച്ച് കഴിക്കുന്നതിന്റെ അത്രയും കഴിക്കാൻ പറ്റില്ല. മുളക് പൊടിയും എണ്ണയും ഒട്ടും പാടില്ല. എണ്ണ കൂടിയാ മനം പുരട്ടും. മുളക് പൊടി ദാഹവും കൂട്ടും. വെള്ളം കുടിച്ച അത്രയും സ്ഥലം കുറയൂലേ? വെറുതെ
വെറുതെ അല്ല പുട്ട് തിന്നപ്പോഴും ഇവര് വെള്ളം കുടിക്കാതിരുന്നത്. മോളെ ആ ചട്നി കുറച്ചിങ്ങോട്ട് ഒഴിക്കുക. ദാ, ചട്നി കുറച്ചുകൂടെ ഒഴിച്ചോ. കണ്ടില്ലേ, പരമാവധി ഭക്ഷണം എങ്ങനെ അകത്താക്കാമെന്നതിനെ പറ്റി ഈ അമ്മച്ചി എനിക്കൊരു ക്ലാസ് എടുക്കുകയായിരുന്നു. അവരാരോടോ തീറ്റ മത്സരത്തിന് പന്തയം വെച്ച് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. കഴിക്കട്ടെടി. ശാന്ത നോക്കിക്കോ, ഇന്ന് ആ ഇടല് മുഴുവൻ തീറ്റ പിശാച് തീർക്കും. മോളെ എന്താടി? ഒന്നുമില്ലമ്മേ. മോളെ ഒന്നുമില്ലല്ലോ അല്ലേ? ഞങ്ങളെയൊക്കെ അല്പം പേടിപ്പിച്ചെങ്കിലും എല്ലാം ഒന്ന് തീർന്നു കിട്ടിയല്ലോ. സമാധാനമായി. അമ്മേ, അമ്മ ഹോട്ടൽ വരെ ഒന്ന് പോയിട്ട് വരാം. നോക്ക് ഒറ്റയ്ക്കിരിക്കാലോ ഇവിടെ. എത്രയായി? 35. കുറച്ച് ചമ്മന്തി വേണം. ചൂട് ഇഡലി പോന്നോട്ടെ. ഇഡലി തീർന്നു. എന്നാ പുട്ടായിക്കോട്ടെ. പുട്ടും കടലേ? അയ്യോ അതുമില്ല. താഴ്ന്നാക്കോലുണ്ടോ? എന്തിനാ? എന്നാ പിന്നെ ഇതങ്ങ് പൂട്ടിട്ട് പോ. ശാന്തിയോട് ഞാൻ പറഞ്ഞതല്ലേ ഈ തീറ്റ പിശാചി ഹോട്ടലിൽ തന്നെ തിന്നി തീർക്കുമെന്ന്. ഇനി എന്താ ഉള്ളത്? 8-10 ദോശയിരിപ്പുണ്ട്. അവര് കേൾക്കണ്ട, അതും കൂടെ അകത്താക്കും. എവിടെ? ഇപ്പൊ കൈ കഴുകിട്ട് അങ്ങോട്ട് ഇറങ്ങിയല്ലോ. ഏയ് അവിടെ നിക്ക്. അവിടെ നിക്കാൻ. കാശ് വന്നിട്ട് പോയാ മതി. നിങ്ങളോടല്ലേ നിക്കാൻ പറഞ്ഞത്? രാജി എന്താ ഇത്? കാഴ്ച എന്നിട്ട് കാശ് കൊടുത്തിട്ട് പോതല്ലേ? അത് എന്റെ ഈ കാശിന്റെ മോളെ. അവിടെ നിക്ക്. നിങ്ങളുടെ ഒടുക്കത്തെ തീറ്റ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ചു വെക്കാനാ പോകുന്നതെന്ന്. കാശ് കയ്യിലില്ലെങ്കിലേ വീട്ടിൽ കുത്തിയിരിക്കണം. തിന്നു മുടിക്കരുത്, അത് മറ്റുള്ളവരുടെ ചെലവില്.
കാശ് തരാതെ ഒരടി മുന്നോട്ട് വെക്കില്ല. നിങ്ങളെ പോവാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ രാജി ഇവിടെ? മൂക്കം മുട്ട് തിന്നിട്ടേ കാശ് തരാതെ പോവാൻ നോക്കുക. അതെ, ആ, ഒരു 50 രൂപ ഉണ്ടാവും എടുക്കാൻ. എന്തിനാ? ഭക്ഷണം കഴിക്കാനാ. വലിയ ഉപകാരം. വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. ഒരു 100 രൂപയെങ്കിലും കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. എന്താ നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിക്കണം. നിങ്ങളോ? അപമാനിക്കരുത്. വിശപ്പ് കൊണ്ട് കഴിച്ചതാ. ഞാൻ നിങ്ങളുടെ കടം വീട്ടിക്കോളാം, അരി ഉഴുന്നു ആട്ടിയിട്ട്. അങ്ങനെയാണെങ്കിലേ ഒരാഴ്ചക്കുള്ളത് ഇവരിവിടെ നാട്ടേണ്ടി വരും. അത്രയ്ക്കുള്ളത് തട്ടിയിട്ടുണ്ട്. ഇവിടെ അരി ഉഴുന്നൊക്കെ ആട്ടാൻ ആളുണ്ട്, നിങ്ങൾ പോയിക്കോ. മറക്കില്ല ഒരിക്കലും. ആ, കഴിക്കാനുള്ള ഒരു ഹോട്ടലിലും അല്ലാത്തൊരു വീട്ടിലേക്കും പൊക്കോളൂ. വിശപ്പടക്കാൻ ഇത്തിരി ഭക്ഷണം കഴിച്ചതിന് കണക്ക് പറയരുത്. അതും ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലില്. രാജി പറഞ്ഞ ശരിയാന്ന ശാരദാമ്മ, എനിക്കും തോന്നുന്നത് ഇത് ശുദ്ധ തട്ടിപ്പാ. മനസാക്ഷിയെ പോലും മനുഷ്യനെ വഞ്ചിക്കാൻ ശാന്തേ. പക്ഷെ സ്വന്തം വയറിനെ അത് പറ്റില്ല. അപ്പോഴത്തേക്ക് ആവശ്യമുള്ളത് കൂടുതൽ 1 മണി ചോറ് അവിടെ കൊള്ളില്ല. എത്രയായി? രാജി ഇവിടെ എത്രയാ? 65. ലഹരി മരുന്ന് ശരീരത്തിൽ നിന്നും വിട്ടൊഴിയുമ്പോൾ അതിനുവേണ്ടി ആർത്തി പിടിക്കുന്ന ശരീരം കാണിക്കുന്ന വിക്രിയകൾ ഭയാനകമായിരിക്കും. ഒരാത്മഹത്യക്ക് വരെ സാധ്യതയുണ്ട്. 5 ദിവസം കണ്ണിമ ചിമ്മാതെ കാവലിരിക്കണം. അതേ ഉള്ളു വഴി. അതോടെ നമുക്ക് നമ്മുടെ ശ്യാമയെ മടക്കി കിട്ടും. നീ ചെയ്ത ആദ്യത്തെ തെറ്റ് സത്യാമ്മയ്ക്ക് മുന്നിൽ ആദ്യമേ എന്നെ കാട്ടിക്കൊടുത്തില്ല എന്നുള്ളതാ. അല്ല, അങ്ങനെ കാട്ടിക്കൊടുക്കാൻ നിന്റെ കയ്യിൽ വേണ്ടത്ര തെളിവുകളൊന്നുമില്ലല്ലോ. ഇതേ ഈ ഓഡിയോ നല്ലൊരു തെളിവാ. ഇപ്പൊ തന്നെ നമുക്കത് അമ്മയെ കേൾപ്പിക്കാം. നോക്ക്, 2 ദിവസം നമുക്ക് കാത്തിരിക്കണ്ട. അങ്ങനെയൊക്കെ ചെയ്ത വലിയ മണ്ടത്തരായി പോവും. അതിനിടയിൽ ഓഡിയോയുടെ തെളിവ് മറികടക്കാൻ സുസ്മിതയ്ക്ക് മറ്റെന്തെങ്കിലും ബുദ്ധി തെളിയും. വേണ്ട വിഷ്ണുവേട്ടാ, ഇപ്പൊ സത്യാമ്മ ഇത് കാണിക്കണ്ട. എടോ, താൻ എന്തൊക്കെയാ പറയുന്നേ? ഇതിലും മികച്ച വേറെ എന്ത് തെളിവ് കിട്ടാനാ? ഇതൊന്നും പോരാ വിഷ്ണുവേട്ടാ സുസ്മിതയെ പൂട്ടാനായിട്ട്. രോഹിത്തിന്റെ കയ്യിൽ ആ ഓഡിയോ ഉണ്ടെന്ന് സുസ്മിതയ്ക്ക് അറിയാം. വിഷ്ണുവേട്ടൻ തന്നെ പറഞ്ഞതുപോലെ ഇതിനെ മറികടക്കാൻ മറ്റെന്തെങ്കിലും ബുദ്ധി കണ്ടുവച്ചിട്ടുണ്ടാവും അവള്. അവളുടെ ശബ്ദം അനുകരിച്ചിരിക്കാന്ന് വരെ അവള് പറയും. അതും ശരിയാണ്. റോയി ഓടിയെടുത്തതിന് പോരെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു. ആ സമയത്ത് എനിക്കങ്ങനെ തോന്നിയില്ല. മണ്ടത്തരമായി പോയി. അല്ല, അപ്പൊ ശാലിനി, അപ്പൊ ഈ ഓഡിയോ കൊണ്ട് വേറെ ഒരു പ്രയോജനമില്ല എന്നാണ് ഇയാൾ പറയുന്നത്? അങ്ങനെ അല്ല വിഷ്ണുവേട്ടാ. കൂടം കൊണ്ട് 50 അടി അടിച്ച ഒരു പാറ പിളർന്നിരിക്കും. 50ാമത്തെ അടി പോലെ പ്രധാനമാണ് ഓരോ അടിയും. ഇപ്പോ സുസ്മിതയുടെ ഉള്ളിലെ നമ്മൾ ഭയത്തിന്റെ ഒരു വിത്ത് പാകിയിട്ടുണ്ട്. അത് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയാൽ മാത്രം മതി. സുസ്മിത എന്ന കരിമ്പാറ
പിളർന്നോളൂ